Good evening, learners. We will continue with the portion which we started yesterday, that is regional disparities in India. എന്താണ് regional disparities? രാജ്യത്തിലെ 1957 ശേഷം അല്ലെങ്കിൽ 45 എടുത്തോ 1947 ശേഷം ഇന്ത്യയിൽ ധാരാളം പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ 5-year പ്ലാന്റെയും അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം റീജിയണൽ ആയിട്ടുള്ള ഇനീക്വാലിറ്റീസ് ഒഴിവാക്കിക്കൊണ്ട്, പക്ഷേ പലപ്പോഴും പല ഇനിഷ്യേറ്റീവ്സും ഗവൺമെന്റ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന പല ഇനിഷ്യേറ്റീവ്സും നമ്മൾക്ക് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അത് കാരണം എന്ത് പറ്റി? ധാരാളം പ്രോഗ്രസീവ് ആയിട്ടുള്ള പോളിസീസ് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സമയത്തും ജനങ്ങൾക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഈ പോളിസിയിൽ നിന്ന് അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? രാജ്യത്തിൽ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായി. പക്ഷേ ഈ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ എത്തിപ്പെടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. മനസ്സിലായോ? ദിസ് ഷോൺ ഫ്രം ദ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അത് യഥാർത്ഥത്തിൽ നമുക്ക് സൂചിപ്പിച്ചു തരും എന്താണ് കാരണം. റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇന്ത്യയിൽ കാര്യമായിട്ടുണ്ട്. അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം, what are the main reasons regional disparities? See, some of the states are very high in growth and development, whereas some of the other states are very backward. നേരെ മറിച്ച് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില പ്രദേശങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് പല സംസ്ഥാനങ്ങളിലും. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ അവർക്ക് ബേസിക് കിട്ടില്ല. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഹൗസിംഗ്, റൂറൽ റോഡ്സ്, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി. ഇപ്പോഴും ഒരു 75% മേഖലകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ എല്ലാവർക്കും ഈ ഇലക്ട്രിസിറ്റി എത്തിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളൂ. സോ അങ്ങനെ വരുന്നപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ റീജിയണൽ ആയിട്ടുള്ള ഡിസ്പാരിറ്റീസ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് കോസസ് ഓഫ് റീജിയണൽ ഡിസ്പാരിറ്റീസ്? ഒന്ന്, പോപ്പുലേഷൻ ബിലോ ദ പോവർട്ടി ലൈൻ. പണ്ട് അധികം നാൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരു കാറ്റഗറൈസേഷൻ, ബീമാരു സ്റ്റേറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ബീമാരു, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഈ സംസ്ഥാനങ്ങളെല്ലാം വളരെ ബാക്ക്വേർഡ് ആയിരുന്നു. അപ്പൊ അവരുടെ ഡിസ്പാരിറ്റീസ് വളരെ കൂടുതലായിരുന്നു. മനസ്സിലായോ? ബീഹാറിലെ ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ 41.9% ശതമാനമായിരുന്നു. ഛത്തീസ്ഗഡിൽ 40.9%, ജാർഖണ്ഡിൽ 40.3%, ഉത്തരാഖണ്ഡിലും അതിന് മധ്യപ്രദേശിലൊക്കെ 38-39 ആയിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? There is extreme concentration of poverty in some states, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ. ഇപ്പോൾ അതൊക്കെ വ്യത്യാസം വന്നു. ഒരു സമയത്ത് ബീഹാർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. വളരെ ദാരിദ്ര്യം. നമ്മുടെ ബീമാരു സ്റ്റേറ്റ്, BI മീൻസ് ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഇവിടെ എല്ലാം അവരുടെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ ലിവിംഗ് ബിലോ ദ പോവർട്ടി ലൈൻ. പിന്നെ ഡിസ്പാരിറ്റീസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ പല വ്യത്യാസം, വേരിയേഷൻസും സംസ്ഥാന വൈസ് ഉണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, കേരള ദ ബെസ്റ്റ് പെർഫോമർ ആണ്. ലിറ്ററസി റേറ്റ് ഈസ് വെരി ഹൈ. മനസ്സിലായോ? ലിറ്ററസി റേറ്റ് 93.9% ഫീമെയിൽ ലിറ്ററസി, ആൻഡ് 92% ആണ് മെയിൽ ലിറ്ററസി. പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എല്ലാം വളരെ കുറവാണ്. അതായത് മറ്റ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കേരള ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. നേരെ മറിച്ച് ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്, ആസാം ഇതിൽ വളരെയധികം പിന്നിലാണ്. Then in the state disparities in agricultural development, നമ്മൾ പറഞ്ഞു ഗ്രീൻ റെവല്യൂഷൻ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയും അത് സക്സസ് ആവുകയും ചെയ്തത് കുറച്ച് സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, ഹരിയാന, ഒരു പാർട്ട് ഓഫ് ഉത്തർപ്രദേശ് and a part of Madhya Pradesh. That's all. Did not touch a revolution ആണെങ്കിൽ പോലും did not touch the southern states.
അപ്പൊ അത് കാരണം എന്താണ്, ഇന്ന അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനും കാര്യമായിട്ടുള്ള വ്യത്യാസം. സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, ഹരിയാന, പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്, അവിടെ എല്ലാം ഹൈ റേറ്റ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടായി. അത് കാരണം നമ്മൾക്കറിയാലോ, ദ ഹൈ yielding വെറൈറ്റീസ് ഓഫ് സീഡ്സ്, ദ HYVP പ്രോഗ്രാം, ഗ്രീൻ റെവല്യൂഷന് വേറൊരു പേര് പറയുന്നത് HYVP പ്രോഗ്രാം. അതുകൊണ്ട് ധാരാളം ഡിസ്പാരിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിസ്പാരിറ്റീസ് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, കാർഷിക മേഖല കൂടാതെ വ്യവസായിക മേഖലയുടെ പുരോഗതിക്കും. More industrially advanced states in India are ഒന്ന് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക ആൻഡ് തമിഴ്നാടു. വാട്ട് അബൌട്ട് ദ അതർ സ്റ്റേറ്റ്സ്? അവിടെ ഇൻഡസ്ട്രീസ് ഉണ്ട്, പക്ഷെ ആവശ്യത്തിന് ഈ സംസ്ഥാനങ്ങൾ പോലെ തന്നെ കാര്യമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങളില്ല. ദെൻ ഡിസ്പാരിറ്റി ഇൻ ഗ്രോത്ത് പെർഫോമൻസ്. ദെൻ നമ്മൾക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രധാനമായിട്ട് 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹൈ ഇൻകം സ്റ്റേറ്റ്സ് ഉണ്ട്, മിഡിൽ ഇൻകം സ്റ്റേറ്റ്സ് ഉണ്ട്, ലോ ഇൻകം സ്റ്റേറ്റ്സ് ഉണ്ട്. മനസ്സിലായോ? ഈ സ്റ്റേറ്റ്സിന്റെ എല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റേറ്റ്സ് GDP ആണ്. അപ്പോൾ നമ്മളുടെ രാജ്യത്തിൽ ഇപ്പോൾ എല്ലാ കൺട്രോളും നമ്മൾ പറഞ്ഞ 1991 എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി നമ്മുടെ ഇക്കോണമി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ദെർഫോർ പ്രഷർ ഓഫ് ദ മാർക്കറ്റ് ഫോഴ്സസ് ഇപ്പോൾ പ്രഷർ ചെയ്യുകയാണ്. ദെർഫോർ ഇന്റർ സ്റ്റേറ്റ് ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ് ഇത് അതുകൊണ്ട് ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട്. ദെർഫോർ നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട് ഈക്വിറ്റി among the states and regions, and therefore it is very very important, particularly after the post industrialization period. Then incremental capital output ratio. ആദ്യം തന്നെ ഇൻക്രിമെന്റൽ വിട്ടേക്കുക. ഇതേപോലെ തന്നെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കും. 2 സെന്റൻസ് 3 സെന്റൻസ് എഴുതിയത്. എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ? അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. It is the central problems. What to produce, how to produce, for whom to produce. ഇതെല്ലാം ഒരു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ദ ഇക്കോണമി ആണ്. എഫിഷ്യന്റ് ക്രൈറ്റീരിയ, പിന്നെ എസ്റ്റാബ്ലിഷിംഗ് എഫിഷ്യന്റ് ക്രൈറ്റീരിയ ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ നേഷൻസ് റിസോഴ്സസ് ഇസ് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. അപ്പോൾ പരിമിതമായിട്ട് വിഭവങ്ങൾ എല്ലാ മേഖലകളിലും എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. എന്താണ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ? മീൻസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ, എമൗണ്ട് ഓഫ്, നമ്മൾ എന്താണ് ആദ്യം പറയുന്നത്? ക്യാപിറ്റൽ. അപ്പോൾ ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, മൂലധനം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. എന്തുമാത്രമാണ് നമ്മൾ ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ചെലവാകുന്നു, അതാണ് പറഞ്ഞത് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതെന്താണ്? ഇതാണ് എൻ്റെ ഡെഫിനിഷൻ. ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്. എന്തോരം മൂലധനം കൂട്ടണം, എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ എന്തോരം മൂലധനവും കൂടി ഉപയോഗിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇന്ത്യൻ കേസ് ഈ 2012-13 റിവീൽസ് 2 ട്രെൻഡ്സ്. എന്താണ്? ദർ ഹാസ് ബീൻ, ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് റേറ്റിൽ ഡിക്ലൈൻ ഉണ്ട്, ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി. രണ്ടാമത് ഡിക്ലൈൻ ഇൻ ഗ്രോത്തിന്റെ കുറവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഗ്രേറ്റർ ദാൻ ഡിക്ലൈൻ ഇൻ ഇൻവെസ്റ്റ്മെന്റ്. ഇത് രണ്ടും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ റൈസ് ഇൻ ദ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോയിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഷോർട്ട് നോട്ട് വരുവുള്ളത് ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us sum up all these things. You can read when you are free. Now resource and constraints. What are the resources? നമുക്കറിയാം പ്രകൃതി വിഭവങ്ങൾ, അതാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതുകൂടാതെ ഈ പ്രകൃതി വിഭവങ്ങൾ 3 കാര്യങ്ങളായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ കാട്ടിൽ കിടക്കുന്ന മരം, ഒരു വലിയൊരു തടി, അത് കാട്ടിൽ കിടക്കുകയാണെങ്കിൽ അത് ഒരു ഉപയോഗവും ഇല്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ജസ്റ്റ് ഫോർ എ ഫയർവുഡ്. അത് അവിടെ ചെന്ന് ആരെങ്കിലും എടുത്തിട്ട് വരണം. നേരെ മറിച്ച് വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ലേബർ, വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് ക്യാപിറ്റൽ, വെൻ ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് എന്റർപ്രൈസ്, ഈ നമ്മൾ ഇതും കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിക് അല്ല, ഡൈനാമിക് ആണ്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എടുക്കും തോറും ചിലത് കുറഞ്ഞു വരും, ചിലത് നമുക്ക് റീപ്ലെനിഷ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കീപ് ഓൺ ചേഞ്ചിങ്. ദെൻ
determines the potential for the rural development. അപ്പോൾ നമ്മളുടെ പ്രധാനമായിട്ടുള്ള growth of development of the three sectors ഏതൊക്കെയാണ്? For the three primary sectors of the economy, growth and development of the three primary sectors. Then transport and communication and energy are the most important constituents of economic infrastructure. മറക്കരുത്. This is a very important sentence. Transport and communication and energy are the most important constituents of economic നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറെ കുറിച്ച് എടുക്കാൻ പോകുന്നത്. സ്ട്രക്ചർ ഫ്രം ബിലോ, അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ, അതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഈ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്, അത് സ്പീഡാണ്. ആ സ്പീഡ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായോ, ഏത് മേഖല ഇപ്പൊ സ്പീഡാണ് പ്രധാനമായിട്ടും. കോൾ എഞ്ചിനായി, റെയിൽവേ, പിന്നെ ഡീസൽ എഞ്ചിനായി, ഇതെല്ലാം പിന്നെ ജെറ്റും പിന്നെ ബോയിങ്, ഇങ്ങനതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പീഡാണ്. ആ സ്പീഡിനെ നമുക്ക് എനേബിൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ യൂസ് ഓഫ് ദ ഡിഫറെന്റ് ഓഫ് എനർജി ആണ്. ഇനി അടുത്തത് ദ ടൈപ്സ് ഓഫ് റിസോഴ്സസ്. നമുക്കറിയാം the resource of the supply from the beneficial which a beneficial good is for resources. എന്തുമാത്രം നമുക്ക് പിന്നെ പ്രകൃതി വിഭവങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ജനങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഉൽപാദനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. നമുക്ക് റിസോഴ്സസ് പ്രധാനമായിട്ടും മെറ്റീരിയൽസ് ആണ്. എനർജി ആകാം, സർവീസ് ആകാം, ലേബർ ആകാം, നോളജ് ആകാം, അതർ ഫിസിക്കൽ അസറ്റ്സ് ആകാം. അപ്പോൾ ഈ മിക്സ് ഓഫ് ദീസ് പ്രൊഡ്യൂസ് they are used in a mix of to produce a beneficial. ഈ പ്രകൃതി വിഭവങ്ങളെല്ലാം മിക്സ് ആണ്. ഇതെല്ലാം തന്നെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ, ലേബറും ക്യാപിറ്റലും എന്റർപ്രൈസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ബെനിഫിഷ്യൽ ഗുഡ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമ്മൾക്ക് പ്രധാനമായിട്ട് റിസോഴ്സസ് നോൺ റിന്യൂവബിൾ, എക്സോസ്റ്റീവ് റിസോഴ്സസ് ഉണ്ട്. നമുക്കറിയാം may be consumed that over time they may become unavailable. അപ്പോൾ നോൺ റിന്യൂവബിൾ മീൻസ് നമുക്ക് ഉപയോഗിക്കും തോറും അത് തീർന്നു പോകും, മനസ്സിലായോ? പിന്നെ നമുക്കത് റീപ്ലെനിഷ് ചെയ്യാൻ പറ്റില്ല. ഫോസിൽ ആയിട്ടുള്ള കോൾ, ഓയിൽ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കും തോറും നോൺ റിന്യൂവബിൾ എനർജി ആണ്. നേരെ മറിച്ച് റിന്യൂവബിൾ എനർജി ഉണ്ട്. ഫിഷ് ഫോർ എക്സാമ്പിൾ, ഫോറസ്റ്റ് ഫോർ എക്സാമ്പിൾ, അതെല്ലാം നമുക്ക് റിന്യൂ ചെയ്യാം. കൂടുതൽ മരങ്ങൾ നട്ടു നടുമ്പോൾ ഫോറസ്റ്റ് പഴയതിനെക്കാട്ടും കൂടുതലായിട്ട് വരും. മത്സ്യക്കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങൾ അതനുസരിച്ച് ഗണ്യമായിട്ട് വരും. അപ്പൊ മത്സ്യം നമ്മൾ പിടിച്ചാലും തന്നെ അടുത്ത വർഷം ചിലപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞത് റിന്യൂവബിൾ റിസോഴ്സസ് എന്നാണ്. സോ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഇനി റിസോഴ്സസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ റിസോഴ്സസ്, രണ്ടാമത് നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളെയും നാച്ചുറൽ റിസോഴ്സസ് എന്നായിരിക്കും. ഇനി നാച്ചുറൽ റിസോഴ്സസിൽ തന്നെ സേ ഫോർ എക്സാമ്പിൾ ഒരു ലേക്ക്, അല്ലെങ്കിൽ ഒരു തടാകം, അല്ലെങ്കിൽ ഒരു കുളം, ഇത് യഥാർത്ഥത്തിൽ മാൻമെയ്ഡ് ആണ്. പക്ഷെ അതിനകത്ത് വളർത്തുന്ന മീൻ നാച്ചുറൽ റിസോഴ്സ് ആണ്. പറഞ്ഞു മനസ്സിലായ? Then natural resources are material provided by the nature using which man made കോംപ്ലക്സ് പ്രൊഡക്ട്സ്, ദേ ആർ നോൺ ആസ് മാൻ-മെയ്ഡ് പ്രൊഡക്ട്സ്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ വെച്ച് നമ്മൾ ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സുകളെ നമ്മൾ പറഞ്ഞത് മാൻ-മെയ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടൈപ്പ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് നോക്കിക്കൊള്ളുക. എയർ, കോൾ, മിനറൽസ്, ഇതെല്ലാം നാച്ചുറൽ റിസോഴ്സസ് ആണ്. വിൻഡ് എനർജി, ഇലക്ട്രിസിറ്റി, കോയിൻസ്, ഫയർ, ദെൻ ഇലക്ട്രിസിറ്റി, heating, electric fuel for cars, ഇതെല്ലാം examples of products or services that are actually helping us to produce എന്താണ്, they are known as the man-made goods. അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാം they are composed of a natural product in order to produce certain commodities. ഇനി നമുക്ക് ഓരോന്നോട്ട് എടുക്കാം. വാട്ടർ, നമുക്കറിയാം വെള്ളത്തിന് ഉപയോഗം എന്താണ്, ഇക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്, എൻവയറമെന്റൽ ഫെസിലിറ്റീസിനെ, പിന്നെ എൻവയറമെന്റൽ സ്റ്റെബിലിറ്റിയെ, ബയോഡൈവേഴ്സിറ്റി. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? ബയോഡൈവേഴ്സിറ്റി മലയാളത്തിൽ പറയുന്നത് ജൈവ വ്യത്യാസം.
ജൈവ വ്യത്യാസങ്ങൾ, കൺസർവേഷൻ, ഫുഡ് സെക്യൂരിറ്റി, ഹെൽത്ത് കെയർ, ഇതെല്ലാം നമ്മൾക്ക് വാട്ടർ കൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദെൻ വെള്ളത്തിന് കൂടിയിരിക്കുന്നത്, ഒന്ന് ജനസംഖ്യ വർധനവ്, രണ്ടാമത് ഇറിഗേഷൻ. കുറെ കാലാവസ്ഥ ഇപ്പൊ ഭയങ്കര ചൂടാണ്, പകലൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, പലവർക്കും സൺബേണും വരികയാണ്. അപ്പോൾ ഇൻക്രീസിങ് ഇറിഗേഷൻ നീഡ്സ്, വെള്ളത്തിന്റെ ആവശ്യം. അർബനൈസേഷൻ, പട്ടണങ്ങള്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ധാരാളം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ കൺസംഷൻ, അത് കാരണം വെള്ളത്തിന്റെ ഉപയോഗം ഗണ്യമാണ്. ദെൻ എനർജി സോഴ്സസ്, രണ്ട് തരത്തിലുള്ള എനർജി സോഴ്സസ് ഉണ്ട്. ഒന്ന് എന്താണ്, നമ്മൾ നോൺ റിന്യൂവബിൾ ആൻഡ് റിന്യൂവബിൾ. ഞാൻ ഉദാഹരണം പറഞ്ഞു തരുന്നു. നോൺ റിന്യൂവബിൾ മീൻസ് ഫോസിൽ ഫ്യൂവൽസ് സച്ച് ആസ് കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇതെല്ലാം നമുക്ക് രണ്ടാമത് റിക്യൂപ്പ് ചെയ്യാൻ സാധിക്കൂല, വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കൂല. എനർജി യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ സെക്ടർ, ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ, മനസ്സിലായോ? കാറുകളും പ്രൈവറ്റ് കാറുകളും അതുപോലെ തന്നെ പിന്നെ പബ്ലിക് കാറുകളും പബ്ലിക് വാഹനങ്ങളും, ഇതിനെല്ലാം നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈസ് ദ 4th ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. നമ്മുടെ എനർജി കൺസംഷൻ ഗണ്യമായിട്ട് വരികയാണ്. ദെൻ ഇന്ത്യയുടെ സംബന്ധിച്ചിടത്തോളം 3rd ലാർജസ്റ്റ് ഗ്ലോബൽ കൺസ്യൂമർ ഓഫ് കോൾ ആൻഡ് ഹാസ് ദ 5th ലാർജസ്റ്റ് കോൾ റിസർവ്സ് ഇൻ ദ വേൾഡ്. ദെൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓയിലിന് വളരെയധികമായിട്ട് കുറവാണ്. അത് കാരണമാണ് ഈ നമ്മളുടെ GDP, അതുപോലെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലും ട്രേഡ് കമ്മിയിലും വ്യാപാര കമ്മിയിലൊക്കെ വ്യത്യാസം വരുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ആഗോള തലത്തിൽ ഈ എണ്ണയുടെ വില, ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മളുടെ വ്യാപാര കമ്മിയിൽ അതനുസരിച്ച് ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. കാരണം എന്താണ്, നമ്മൾ മറ്റു രാജ്യത്തിൽ നിന്ന് ഓയിൽ 83% നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ റിക്വയർമെന്റ് നമ്മൾ ആശ്രയിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ. അവർക്ക് നമ്മൾ കരസ്ഥമാക്കിയിട്ടല്ല, റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് കിട്ടേണ്ട വിദേശ നാണയം ഇത് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ദേ ആർ എൻകറേജിങ് മോർ ആൻഡ് മോർ ഓഫ് EV, ഇലക്ട്രിക് വെഹിക്കിൾസ്. ശരി, ഞാൻ ഇന്നൊരു ആർട്ടിക്കിളിൽ വായിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ ഗോയിങ് ടു ബി മോർ than the present mode of transport. എന്താണ് അതിന്റെ കാര്യം എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ സയന്റിസ്റ്റ് ഒന്നുമല്ല, ഞാൻ വെറുതെ ഒന്ന് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. മനസ്സിലായോ? ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ ഡേഞ്ചറസ്. ഇലക്ട്രിക് vehicles are going to be more dangerous than this എന്താണ് the present system of transportation എന്ന് പറയുന്നത്. Then forest resources, നമുക്കറിയാം ഫോറസ്റ്റ് റിസോഴ്സ്, മാൻകൈൻഡ് ടൈപ്പിലുള്ള സേവനങ്ങളാണ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നത്. നമുക്ക് ടിമ്പർ, ഫ്യൂവൽ വുഡ്, എഡിബിൾ പ്ലാന്റ്സ് കിട്ടും, അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് കിട്ടും. രണ്ടാമത് ഇൻഡയറക്റ്റ് യൂസ് സച്ച് ആസ് കാർബൺ അബ്സോർപ്ഷൻ. അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ ഉള്ളപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിറഞ്ഞു നിൽക്കുന്ന കാർബൺ ഏറ്റവും കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നത് ഈ ഫോറസ്റ്റ് ഏരിയ. അതുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡീഫോറസ്റ്റേഷൻ. മരങ്ങളെല്ലാം വെട്ടി നിർത്തുമ്പോൾ അവിടെ എല്ലാം വെട്ടി നിർത്തി വലിയ വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സ്, അമ്പരച്ചുംബികളൊക്കെ പണിയുമ്പോൾ നമ്മളത് ഓർക്കണം. മനസ്സിലായോ? വീട്ടിലിരിക്കുന്ന മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ എല്ലാം വെട്ടിക്കളി ചുറ്റിനും ടൈലിടും, അത് സിമെന്റ് ഇടും, ഭയങ്കര ചൂടായിരിക്കും. മരങ്ങളൊക്കെ വെട്ടിക്കളയും. മനസ്സിലായോ? ഇതെല്ലാം കൊണ്ട് അത് എല്ലാവരും പറയും, ഓ ഭയങ്കര ചൂടാണ്. ഞാൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇതാണ്, മറ്റുള്ളവരും ചെയ്യിക്കുന്ന പ്രവൃത്തി ഇതാണ്. കാടുകളെല്ലാം വെട്ടി എല്ലാം തിരിച്ചു കൊണ്ട് ആക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ വന്നിരിക്കുന്നത്. കാട്ടുപോത്തുകൾ വരികയാണ്. കാരണം എന്നാൽ ഫോറസ്റ്റ് ഏരിയ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചൂട്, അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ ആ പ്രദേശത്തിട്ട് അവർക്ക് വന്നിട്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നവർക്ക് അറിയാം, വാഴ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും, വെള്ളം കിട്ടും. ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം. മനസ്സിലായി? ഒരിക്കലും കേൾക്കാത്തതാണ് കാട്ടുപോത്തുകൾ വന്ന് മനുഷ്യനെ കുത്തിക്കൊല്ലല്. അത് ഒരു സ്ഥലത്തല്ല, 3 ഇഷ്ടംപോലെ പൈസ ചെലവാക്കി ഒരു അരിക്കൊമ്പത്തും പറഞ്ഞൊരു ആനയെ നമ്മൾ ഇവിടെ തിരിച്ചു കൊണ്ട് അവരെ മയക്ക് വെടി വെച്ച് കുറെ നാളായിട്ട് അവിടെ നിന്ന് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് കൊണ്ട് നിന്നതിന് ശേഷം ശങ്കരൻ അഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ.
വീണ്ടും അവിടെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻഡയറക്റ്റ് യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ പ്രൊവിഷൻ ഓഫ് ഹാബിറ്റാറ്റ് ടു പ്രൊട്ടക്ട്, നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെ നമ്മൾ സഹായിക്കുന്നു, പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇക്കോസിസ്റ്റത്തിനെ പ്രൊട്ടക്ട്, റെഡ്യൂസ് സോയിൽ എറോഷൻ, ദെൻ സിൽറ്റിംഗ് ഓഫ് റിവേഴ്സ്. നമുക്കറിയാം അല്ലേ, നമ്മളുടെ ഈ മുല്ലപ്പെരിയാറിലും ഇടുക്കി ഡാമിലൊക്കെ വെള്ളം ഒരു 2 മഴ കഴിയുമ്പോൾ തന്നെ നിറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറെ സിൽറ്റ് വന്ന് കിടപ്പുണ്ട്, ചെളിക്കൂട്ടുകളുണ്ട്. മഴ പെയ്യുമ്പോൾ കുത്തൊഴിയും, കാരണം മരങ്ങളൊന്നുമില്ല, മരങ്ങളൊക്കെ കടപൊഴുകി തന്നെ പോയി. അപ്പൊ അത് കാരണം മഴ പെയ്യുമ്പോൾ ഈ ഒലിച്ചു വരുന്ന ഈ ചെളിയെല്ലാം ഈ ഡാമിൽ വന്ന് കപ്പാസിറ്റി ഗണ്യമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട 7 northeastern states in India have nearly 1/4 of the country's forest area. മറ്റ് മേഖലയിൽ ഫോറസ്റ്റ് ഏരിയ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലായോ, 7 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ആസാം, പിന്നെ ഷിലോങ്, മേഘാലയ, പിന്നെ മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ്, ഇങ്ങനെയുള്ള 7 നോർത്ത് ഈസ്റ്റ്, പണ്ടത്തെ ആസാമായിരുന്നു വലിയൊരു ടെയില്, പണ്ടത്തെ ആസാമായിരുന്നു. അവിടെയെല്ലാം രാജ്യത്തിലെ നല്ലൊരു ഭാഗം വനം അവിടെയാണ്. ദെൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്ലോബൽ ലാൻഡ് ഏരിയ 1/3, ഭൂമിയുടെ 1/3 മാത്രമേ ഇന്ത്യയിൽ ലാൻഡ് ഏരിയ ഉള്ളൂ. ആൻഡ് ഇൻ വൈറ്റൽ ഓഫ് അവർ എക്സിസ്റ്റൻസ് ബിക്കോസ് മെനി റിസോഴ്സസ് ആൻഡ് ലാൻഡ് ആണ്. നമ്മൾ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി, വാട്ടർ, കാർബൺ സൈക്കിൾസ്. ദ വേൾഡ്സ് ലാൻഡ് സർഫേസ് ഈസ് ഡിഗ്രേഡിംഗ് കണ്ടിന്യൂസ്ലി വിത്ത് ഇൻക്രീസിംഗ് desertifications, estimated to be about 2.3% of all usable land having become degraded. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഡിഗ്രഡേഷൻ, ലാൻഡ് ഡിഗ്രേഡ് ചെയ്ത് തരം താഴ്ന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഡീഫോറസ്റ്റൈസേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, ഓവർ ഗ്രേസിങ്, മനസ്സിലായോ, പുല്ലുകൾ ഇതെല്ലാം ഓവർ ഗ്രേസ് ചെയ്യുക, അഗ്രികൾച്ചർ മിസ്മാനേജ് ചെയ്യുക, അൺപ്ലാൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. ഇതെല്ലാമാണ് നമ്മുടെ രാജ്യത്തിന്റെ ലാൻഡെല്ലാം നശിപ്പിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നോക്കിയേ, ഇത് ലാൻഡ് യൂട്ടിലൈസേഷൻ ഇന്ത്യ ജോഗ്രഫിക്കൽ ഏരിയ 1951 14/15 the reporting area for land utilization statistics കുറച്ച് കൂടിയിട്ടുണ്ട്. 30,000,818. Then ാണ് 40,452. ഇവിടെ 770. ഫോറസ്റ്റ് ഏരിയയിൽ ഗണ്യമായിട്ട് വർധന വന്നിട്ടുണ്ട്. ബാരൻ ലാൻഡിൽ 17 നിന്ന് 14 ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അതർ കൾട്ടിവേബിൾ ലാൻഡ് 17 നിന്ന് 8 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അൺകൾട്ടിവേബിൾ ലാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ദെൻ ഫാലോ ലാൻഡ് 10 നിന്ന് 9 ആയിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട്. നെറ്റ് സോൺ ഏരിയ 42 നിന്ന് 46 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാൻമെയ്ഡ് റിസോഴ്സസ് നമുക്കറിയാലോ. എന്താണ് മാൻമെയ്ഡ് റിസോഴ്സസ്? Man-made, that means the goods that are produced by human beings using എന്താണ് resources gifted by nature is known as man-made resources എന്ന് പറയുന്നത്. Then sometimes resources become useful to man only when their original form is changed. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, മനസ്സിലായി. ഒറിജിനൽ ഫോം, കാട്ടിൽ കിടക്കുന്ന ഒരു തടി ഒറിജിനൽ ഫോം ആയിട്ട് അവിടെ കിടന്നിട്ടെങ്കിൽ ഒരു ഗുണമില്ല. തിരിച്ചു കൊണ്ടുവന്ന് കാർപ്പൻറ്റേഴ്സ്, ലേബറും ക്യാപിറ്റൽ ഓർഗനൈസേഷനൊക്കെ ഇട്ട് നമ്മൾ അതിന്മേലും നമ്മൾ വേല ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ടേബിളോ ചെയറോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ് അവിടെ വളർന്നതുകൊണ്ട് യാതൊരു ഗുണമില്ല. അവിടുന്ന് പറിച്ചെടുക്കുക, അത് കൊണ്ടുവന്നിട്ട് മാനുഫാക്ചർ ചെയ്യുമ്പോൾ സോ വി ഗെറ്റ് മെഡിസിൻസ്. ഇല്ലെങ്കിൽ മനസ്സിലായോ, അതുകൊണ്ട് ഇന്നിപ്പോൾ ധാരാളം ആളുകൾ നമ്മളുടെ ആവറേജ് എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് കാരണം ധാരാളം ആളുകൾ ഇപ്പോൾ ആയിട്ടുള്ള ആളുകൾ അബവ് 60 years ഏജഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, മനസ്സിലായോ. അവർക്കെല്ലാം അതുകൊണ്ട് അവർക്ക് നിലനിന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. വിത്തൗട്ട് മെഡിസിൻസ് ലൈക്ക് വാക്സിൻസ് പീപ്പിൾ വുഡ് ബിക്കം സിക്ക് ആൻഡ് ഡൈ. ദെൻ
അറ്റ് ദ സെയിം ടൈം ചില മാൻമെയ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, പെസ്റ്റിസൈഡ്സ്, ഇതെല്ലാം നമ്മുടെ പ്രകൃതിയെ, എൻവയൺമെന്റിനെ അത് ഹാംഫുൾ ആക്കുകയും ചെയ്യും. സം മാൻമെയ്ഡ് റിസോഴ്സസ് ആർ ലൈക്ക് നാച്ചുറൽ റിസോഴ്സസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാൻമെയ്ഡ് ലേക്ക്, കുളം, വലിയ വലിയ കുളങ്ങൾ, അവിടെ മീനെ വളർത്തും. ലേക്ക് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ മാൻമെയ്ഡ് ആണ്, പക്ഷെ അതിനകത്തുള്ള ജീവങ്ങൾ എന്താണ്, ഇറ്റ് ഈസ് യഥാർത്ഥത്തിൽ പിന്നെ ഫിഷിനൊക്കെ നമ്മൾ വളർത്തുമ്പോൾ അത് പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളാണ്. Then likewise farms are also man-made, പക്ഷേ using plants and soil available from nature, they are actually ഫാം മാൻമെയ്ഡ്. നമ്മൾ കൃഷിയിടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, പക്ഷെ അതിനകത്തുള്ള സോയിലും അതിനകത്ത് നമ്മൾ പിന്നെ പ്ലാന്റ് ചെയ്യുന്ന പിന്നെ നടുന്ന പ്ലാന്റ്സുകളെല്ലാം യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ നിന്നുള്ള പിന്നെ ഇതാണ്. അതുപോലെ നമ്മൾ ബുക്സ് ഉണ്ടാക്കുന്നുണ്ട്, പ്ലേറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇതെല്ലാം മാൻമെയ്ഡ് ആണെങ്കിൽ പോലും പ്രധാനപ്പെട്ട വിഭവങ്ങൾ നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ദ സ്ട്രക്ചർ ഫ്രം ബിലോ. ഞാനൊരു പേജസ് എടുത്തില്ലെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വായിച്ചെടുക്കാനുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ കവേഴ്സ് മീൻസ് ദ സപ്പോർട്ടിംഗ്, ദ സ്ട്രക്ചർ ഫ്രം ബിലോ, ദ ബേസിക് which gives supporting services that help the growth of the productive activities. നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന എല്ലാ ഉൽപാദനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന മേഖലയാണ് നമ്മൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രിസൈസ് ആയിട്ട് ഒരു ഡെഫിനേഷൻ ഇല്ല എങ്കിൽ പോലും the provision of quality and efficient infrastructure service is indispensable to realize the full potential of the growth impulses surging through the economy. അപ്പൊ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്ത് ഇമ്പൾസസ് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് പ്രൊഫസർ VK RV റാവോ അദ്ദേഹം കാറ്റഗറൈസേഷൻ ചെയ്തിരിക്കുന്നത്. ദ ഇൻഫ്രാസ്ട്രക്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് എന്തെല്ലാമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്? രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ടിംഗ് സർവീസസ് കൊടുക്കുന്ന ഒരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ VK RV റാവോ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് നോക്കിയേ? കമ്മ്യൂണിക്കേഷൻ, എനർജി, intermediate goods like minerals, steel, basic channels, chemicals, fertilizers, etc. Then productivity of natural resources, reclamation of lands, irrigation, major, medium and minor, drainage, land reshaping, consolidation, ഇതെല്ലാം infrastructure activities. And science and technology, teaching basic and applied research, national laboratories, licensed with the production units, information system, mass media, libraries, museums, ഇതെല്ലാം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ പെട്ടതാണ്. ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, പ്രൈവറ്റ് പബ്ലിക് ബാങ്ക്സും പ്രൈവറ്റ് ബാങ്ക്സും കോർപ്പറേറ്റ് സെക്ടേഴ്സ് എല്ലാം ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിൽ പെട്ടതാണ്. ആൻഡ് ഡെവലപ്മെന്റ് എന്താണ്? ഡ്രിങ്കിങ് വാട്ടർ, ഡിസീസ് ഇറാഡിക്കേഷൻ, പബ്ലിക് ഹൈജീൻ, ഫാമിലി പ്ലാനിങ്, മെഡിക്കൽ ഫെസിലിറ്റീസ്, എഡ്യൂക്കേഷൻ, ലിറ്ററസി, കോളേജസ്, ഇതെല്ലാം നമ്മളുടെ എന്തിൽ പെട്ടതാണ്? പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ പെട്ടതാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇനി ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ infrastructure also can be classified on the basis of purpose of use. അപ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സോഷ്യലി ബ്രോഡ് കാറ്റഗറിയാണ്. ഇനി ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് യൂസസ് നമുക്ക് വേണമെങ്കിൽ ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, എർബൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് യൂസസിന്റെ അടിസ്ഥാനത്തിൽ an urban, institutional and non-institutional infrastructure. എന്താണ് ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ? ആദ്യം തന്നെ നമുക്ക് അറിയാം, അതാ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ബ്രിഡ്ജസ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ പറഞ്ഞത് ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. നേരെ മറിച്ച് സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ഹ്യൂമൻ ക്യാപിറ്റൽ, human skill, human capital and the institutions that are required to maintain economic, culture and social standards of ഒരു ജനസംഖ്യയുടെ സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള പിന്നെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സോഫ്റ്റ്വെയറിനെയും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിനെയും നമ്മൾ പറയുന്നത് സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും.
ഇനി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ്? ഇറ്റ് റിലേറ്റ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രേഡ്. അപ്പോൾ എന്തൊക്കെയാണ്? പവർ, ഇറിഗേഷൻ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗം. ഓവർ ദ ഇയേഴ്സ് ഇന്ത്യ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ഗ്രോൺ ഫാസ്റ്റർ. എന്താണ് സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ. ഇൻ കോൺട്രാസ്റ്റ് എക്സ്പാൻഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ they have been modest considering the countries population density. നമ്മുടെ രാജ്യത്തിന്റെ ജനസാന്ദ്രത വെച്ച് നോക്കുമ്പോൾ ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യമായിട്ട് വളർന്നിട്ടില്ല. പക്ഷെ ഒരു പരിധി വരെ സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാലോ. വാട്ട് ഈസ് ദി സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ? The human capital and the institutions that are required to maintain the economic, cultural and social standards എന്ന് പറയുന്നത്. Then social infrastructure എന്താണ് ഉപയോഗിക്കുന്നത്? the social overhead facilities. What is overhead facilities? പ്രധാനപ്പെട്ട ഉൽപാദനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന മേഖലയാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ശരിയോ? പ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റു മേഖലകൾ, സാമൂഹ്യ സോഷ്യൽ മീൻസ് സാമൂഹ്യ ഘടനകൾ, ഇതിന് വേണ്ടിയിട്ടാണ് ഉൽപാദനം സ്മൂത്തായിട്ട്, നോട്ട് ലിങ്ക് ടു പ്രൊഡക്ഷൻ. അപ്പൊ ഇതെന്താണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രധാനമായിട്ടും നമ്മളെ സഹായിക്കുന്നത് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലേബർ പ്രൊഡക്ടിവിറ്റി, വിദ്യാഭ്യാസം, അതാണ് പ്രധാനമായിട്ടുള്ള. പിന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, പിന്നെ it includes health, education, housing. ഇതെല്ലാമാണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട ഭാഗം, വിച്ച് ഈസ് വൈറ്റൽ ഫോർ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. നേരെ മറിച്ച് ഫിസിക്കൽ ക്യാപിറ്റൽ ബിൽഡ്സ് അപ്പ് ദ മെറ്റീരിയൽ ക്യാപിറ്റൽ. നമുക്കറിയാം ഫിസിക്കൽ ക്യാപിറ്റൽ റോഡുകളും ഇതുപോലെ ഗതാഗതം മറ്റു മാർഗങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന്, റെയിൽവേസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് എന്താണ്? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെക്കാട്ടിയും വളരെ പ്രധാനപ്പെട്ട social infrastructure. Then expenditure on social expenditure, social infrastructure regarded as an investment. So yeah, educate your children. That is your investment. എന്തു തന്നെ നാം നേടിയിട്ടുണ്ടെങ്കിലും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവില്ല. ഒരു പഴഞ്ചൊല്ലുണ്ട്, നമുക്ക് 100 വർഷത്തേക്ക് നമുക്ക് ഒരു രാജ്യത്തിൽ പുരോഗതി വേണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താണ്? 100 വർഷം നമ്മൾ നല്ല നല്ല മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ വെട്ടിയെടുക്കുന്ന തേക്കും ഈട്ടിയും ഇതെല്ലാം പണ്ട് ആളുകൾ വെച്ചതാണ്, 100 വർഷത്തിന് മുമ്പുള്ള ആളുകൾ വെച്ചതാണ്. ഇനി ഒറ്റ വർഷത്തിന് വേണ്ടി നമ്മൾ ലക്ഷ്യം വെക്കാൻ, നമുക്ക് പെട്ടെന്ന് നമുക്ക് ധനികരാകണം, ഒറ്റ വർഷത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കൃഷി നടത്തുക. നേരെ മറിച്ച് ഒരു തലമുറ കംപ്ലീറ്റ് നിങ്ങൾക്ക് അഭിവൃദ്ധി വേണമെങ്കിൽ, പുരോഗതി വേണമെങ്കിൽ, എഡ്യൂക്കേറ്റ് യുവർ ചിൽഡ്രൻ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസ ഒരിക്കലും ഒരു പാഴല്ല, അതൊരു നിക്ഷേപമാണ്. നിക്ഷേപിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ. സോ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ് റാദർ ദാൻ അത് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ ക്യാരിങ് ഔട്ട് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ദെൻ എൻഡോഗമസ് ഗ്രോത്ത് തിയറി poor physical infrastructure and human capital constraints economic. അപ്പൊ ഏതെങ്കിലും രാജ്യത്തിൽ സാമ്പത്തിക പുരോഗതി ഇല്ലെങ്കിൽ, ഒന്നില്ലെങ്കിൽ അവിടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മോശമായിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഫോർമേഷൻ വളരെയധികമായിട്ട് മോശമായിരിക്കുകയും ചെയ്യും. Then Wagner notes that the Wagstaff notes that the 1.7% of annual economic growth in East Asia between 65 and 70 could be attributed to the improved investment in social infrastructure. That is all with regard to this. നമ്മൾക്ക് 24 മണിക്കൂർ പോയി. ഇനിയാണ് നമ്മൾ പറഞ്ഞത് role of infrastructure in economic development. What is the role of development? നമുക്കറിയാം പ്രൈമറി ഓബ്ജക്റ്റീവ് ഓഫ് എവരി നേഷൻ. മനുഷ്യന്റെ അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. The primary objective of every nation
the fulfillment of the basic needs. അവന് ആഡംബരങ്ങൾ കൊടുക്കാന്നൊന്നും പറയുന്നില്ല. To each one, nature പറയുന്നത് to each one according to his need and not to each one according to his greed. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. Nature will provide you. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം, നിങ്ങളുടെ ഗ്രീഡ്, കൊതി, അത്യാഗ്രഹം പിന്നെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവ് പ്രകൃതിക്കില്ല. So this will help the country to invest in its infrastructure development and attracts other countries to invest by way of FDI. So infrastructure നമുക്കറിയാം, പല പല രാജ്യങ്ങളും ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI. ജപ്പാന്റെ സാങ്കേതിക വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ ജപ്പാൻ ഗവൺമെന്റ് ചിലപ്പോൾ ലോൺ കൊടുക്കും. ജപ്പാൻ കുടിവെള്ള പദ്ധതി അത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണ്. മെട്രോ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതോ ഒരു രാജ്യത്തിന് ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട്, എനിക്ക് തോന്നുന്നു ഈ പിന്നെ ജർമ്മനിയോ ഏതോ ഒരു രാജ്യമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളും സഹായങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. സോ നമുക്ക് ആവശ്യമായിട്ട് പണം ഇല്ലെങ്കിൽ വി ക്യാൻ ഇൻവെസ്റ്റ്. അതർ കൺട്രീസ് ഓൾസോ ക്യാൻ ഇൻവെസ്റ്റ് ബൈ വേ ഓഫ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് വി വിൽ ബി ഏബിൾ ടു അച്ചീവ് ഹയർ ഗ്രോത്ത്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കറിയാം, ഇക്കണോമിക് ഗ്രോത്ത് ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ മോർ സ്പെസിഫിക്കലി വാട്ട് ഈസ് ദ റോൾ ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇക്കോണമി? എന്താണ് നോക്കുക റോൾ ആൻഡ്. ഇത് 12 മാർക്കിന്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഡെവലപ്മെന്റ്. ഇങ്ങനെ തന്നെ ചോദിച്ചിരിക്കുന്നത്. എസ് എ ടൈപ്പ് അല്ല, 20 മാർക്സിന്റെ അല്ല. രണ്ടാമത്തെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് 12 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. അത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾക്ക് പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, it also helps in realizing the potential ability in the human being. That means നമുക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ we can fully unfold. It also directly or indirectly contributes towards improving the quality of life. അപ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച മാത്രമല്ല, പക്ഷേ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ദ പീപ്പിൾസ് ലൈഫ്. രണ്ടാമതായിട്ട് the second, the nature of growth of the infrastructure determines the course of നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏത് ദിശയിലേക്കാണ് വളരുന്നത് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. ഒന്ന്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ, എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്. രണ്ടാമത്, കൺട്രോൾ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ട് നമുക്ക് സാധിക്കും. ദാരിദ്ര്യം നമുക്ക് കുറക്കാൻ സാധിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് ആസ് വെൽ ആസ് ഇംപ്രൂവ്മെന്റ് ഓഫ് കണ്ടീഷൻ, നമ്മുടെ പരിസ്ഥിതി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പ്രൊട്ടക്ഷൻ, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 1% ഇൻക്രീസ് നമ്മളുടെ പിന്നെ ഇൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് അസോസിയേറ്റഡ് വിത്ത് 1% ഇൻക്രീസ് ഇൻ GDP. 1% നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 1% നമ്മുടെ GDP-യിലും അതനുസരിച്ച് വ്യത്യാസമുണ്ടാവും. ദി എലമെന്റ് ഓഫ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് എക്സ്റ്റേർണാലിറ്റീസ്. കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് എന്താണ്? യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഹെൽപ്സ് ഇൻ ഡൈനാമിക് ട്രാൻസ്ഫോർമേഷൻ ഓൾ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി. രണ്ടാമത്, ഗ്രോത്ത് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നമ്മളുടെ ഈ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ധാരാളം 1-2 ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഉണ്ടായി, ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇലക്ട്രിസിറ്റി. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഓൾ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഹൈലി മെക്കനൈസ്ഡ് ആകാം. ലേബർ ഇന്റൻസീവ് നിന്ന് ക്യാപിറ്റൽ ഇന്റൻസീവ് ആകാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കൂടുതൽ കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, കൂടുതൽ പിന്നെ കമേഴ്ഷ്യൽ പരമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള ഉൽപാദനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ആൻഡ് ബിസൈഡ്സ് ഹെൽപ്പിംഗ് ടു ഇൻക്രീസ് ദ മൊബിലിറ്റി ഓഫ് ലേബറിന്റെ മൊബിലിറ്റി. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലായോ, വേറെ ചില ഇപ്പൊ പറയുന്നുണ്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ കേരള, മനസ്സിലായോ, ലഞ്ച് ഇൻ ഡൽഹി ആൻഡ് ഡിന്നർ അല്ലെങ്കിൽ സപ്പർ ഇൻ പിന്നെ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പിന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങളിലോ എവിടെയാണെന്നുള്ളത് അറിയാം.
So that is the speed at which the infrastructure is actually being helping. Third, education and health, which are the main constituents of social infrastructure in the they contribute to the development of human capital formation, and therefore it is critical for reducing the poverty and sustaining higher rates of growth over a longer period. Education and health, which are the main constituents of infrastructure. Fourth, elements of financial infrastructure in Nepal consisting of money and capital markets. In Nepal, markets, they supply short-term, medium-term, long-term credit to different sectors of the economy. പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ ബാങ്കുകൾ മൊബിലൈസ് ചെയ്യും, എൻ്റെയും നിങ്ങളുടേതായിട്ടുള്ള ചിന്ന ഭിന്നമായിട്ടുള്ള നിക്ഷേപങ്ങൾ ശേഖരിക്കുകയും ആവശ്യക്കാർക്ക് അത് ലോൺ ആയി കൊടുക്കുന്ന ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ കൃഷിക്കും അത് മറ്റു അനുബന്ധ സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്നു. Then infrastructure services help the poor also to contribute to environmental sustainability. So infrastructure services help the poor also to contribute to നമ്മുടെ എൻവയറമെന്റിന്റെ മനസ്സിലായ അന്തരീക്ഷം അതെല്ലാം സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഫോർ എക്സാമ്പിൾ ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, നോൺ പൊല്യൂട്ടിംഗ് സോഴ്സസ് ഓഫ് എനർജി, better management of traffic in urban areas, there etc. provide environmental benefits to all sections of the society. After the sixth, infrastructure is very much important in the development of tourism. Water metro, it is a great attraction to the people in different parts of our country, also from outside. Water metro. കേരളത്തിൽ എന്തുകൊണ്ടാണ് ടൂറിസം ഇത്രയും കൂടുതലായിട്ട്? One of the source of income for the government of Kerala is tourism. കാരണം കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ടൂറിസ്റ്റിന് എവിടെ നിന്ന് വന്ന ടൂറിസ്റ്റിന് ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ഇവിടെ ഉണ്ട്. ഹില്ലി ഏരിയ ഉണ്ട്, കോസ്റ്റൽ ഏരിയ ഉണ്ട്, മനസ്സിലായോ? സീ ഷോറുകൾ, അതേപോലെ തന്നെ ഇതുണ്ട്, ലേക്കുകൾ, ഇടുക്കിയിൽ പോകാം. പിന്നെ അവിടെ തണുപ്പ് പ്രദേശങ്ങളുണ്ട്, മനസ്സിലായ ഇടുക്കി, കട്ടപ്പന ഈ ഭാഗം, അതുപോലെ തന്നെ സീനിക് ബ്യൂട്ടിയാണതാണ്. റോഡ് പ്ലെയിൻ പ്രദേശങ്ങളുണ്ട്, കൊച്ചിയിൽ വരാം, മനസ്സിലായോ? അവിടെ ഹില്ലുകൾ അധികം ഇല്ലെങ്കിലും നമുക്ക് നല്ല ബീച്ചുകളുണ്ട്. അപ്പോൾ ദേ ക്യാൻ എൻജോയ്. പിന്നെ മാളുകളും അവർക്ക് ടൂറിസ്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട് ഇത് ചെയ്യുന്നത്. സോ ദ ടെക്നോളജി റെവല്യൂഷൻ, ടെലികമ്മ്യൂണിക്കേഷനിലും സാറ്റലൈറ്റുകളൊക്കെ നമ്മളുടെ സിസ്റ്റം ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. വി ഷുഡ് പ്രോപ്പർലി യൂസ് ഇറ്റ് ആസ് എൻ ഇമ്പോർട്ടന്റ് എലമെന്റ്. ഫർദർ development of suitable institutional arrangements for the maintenance of infrastructure, like basic needs of civic life with proper systems of water supply, sewage, roads and conservancy services also helps to be focused upon so as to duly benefit from the infrastructure. കൊണ്ട് നമുക്ക് ഗുണം നേടണമെങ്കിൽ നല്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? സം ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. എന്താണ്? ലൈക്ക് ബേസിക് നീഡ്സ് ഓഫ് സിവിക് ലൈഫ്, പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കണം. ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ബേസിക് നീഡ്സ് വിത്ത് പ്രോപ്പർ സിസ്റ്റം ഓഫ് വാട്ടർ, വെള്ളം ഉണ്ടായിരിക്കണം, സീവേജ് സിസ്റ്റം ഉണ്ടായിരിക്കണം, നല്ല റോഡുകൾ ഉണ്ടായിരിക്കണം, കൺസർവൻസി സർവീസസ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. ദെൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നമുക്കറിയാം. റോഡ്സ് ആൻഡ് റെയിൽവേസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം that belongs to the infrastructure. Then 95% of the total traffic, dominant means of traffic, the railways and roads are actually managing about 95% of the total ട്രാഫിക്. നമുക്ക് മറ്റ് മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഇൻലൻഡ് ട്രാൻസ്പോർട്ട്, ഷിപ്പിംഗ് ഉണ്ട്, കോസ്റ്റൽ ഷിപ്പിംഗ് ഉണ്ട്, ഇതെല്ലാം റെയിൽവേസും റോഡ്സും ആണ് ഇന്ന് ഡോമിനന്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് യഥാർത്ഥത്തിൽ അവർ അണ്ടർടേക്ക് ചെയ്യുന്നത്. Therefore നമ്മൾക്ക് 95% റോഡിനെയും റെയിൽവേയും ആശ്രയിക്കുമ്പോൾ നമുക്ക് മറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കണം. ദ ലിബറലൈസേഷൻ ഓഫ് ഇക്കോണമി ഹാസ് ഇൻസ്റ്റിൽഡ്
of recognizing the necessity of efficient system of transport. നമുക്ക് പിന്നെ നല്ലൊരു മാർക്കറ്റ്, ഒരു വേൾഡ് മാർക്കറ്റ്, ഇഫക്റ്റീവ് ആയിട്ട് ഒരു വേൾഡ് മാർക്കറ്റ് എനേബിൾ ദ കൺട്രി ടു കോമ്പീറ്റ് വിത്ത് ദ വേൾഡ് മാർക്കറ്റ് ആയിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ 95% ആശ്രയിക്കുന്ന റോഡുകളും റെയിൽവേയിലും മാത്രമല്ല മറ്റു മാർഗങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്താണ് ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ റോഡ് വർക്ക്, എയർപോർട്ട്, എയർ ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം നമ്മളിപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. റോഡ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം എന്തുണ്ട്, നാഷണൽ ഹൈവേസ് ഉണ്ട്, NH ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, മേജർ ഡിസ്ട്രിക്ട് റോഡ്സ് ഉണ്ട്, അതാണ് റൂറൽ റോഡ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഡിസ്ട്രിക്ട് റോഡ്സ് ആൻഡ് വില്ലേജ് റോഡ്സ്. നമുക്കറിയാം ഇതിനകത്ത് കുറെ കണക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് വലിയ അത്യാവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, നല്ല റോഡുകൾ, ഗോൾഡൻ ക്വാഡ്രാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, പിന്നെ നോർത്ത് സൗത്ത് east step corridors addressing the deterioration large stretches of large stretches of NHS state highways needs to be accorded high priority. നമുക്കറിയാം ഇപ്പോൾ those who are belonging to NH 66 വരാൻ പോവുകയാണ്. നാഷണൽ ഹൈവേയുടെ പാരലായിട്ട് NH 66 ഇഷ്ടംപോലെ പൈസ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ട് ചെലവാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പൈസ അവർ ചെലവാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് ഫാസ്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിന് അത്യാവശ്യമായ ഘടകമാണ് റോഡ് ഗതാഗതം, റെയിൽവേ ഗതാഗതം, എയർ ഗതാഗതം, അതുപോലെ തന്നെ എനർജി, ICT, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതെല്ലാം നമ്മൾ പിന്നിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ രാജ്യം എന്ത് തന്നെ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം പുരോഗതി നേടില്ല. ഇനി അടുത്തത് പോർട്ടുകൾ. നമുക്ക് 12 മേജർ പോർട്ടുകളാണുള്ളത്, 187 മേജർ മൈനർ പോർട്ടുകളാണ് ഉള്ളത്. അതിനകത്ത് നമ്മൾക്ക് പറയാനാണ് ഓവർസീസ് കാർഗോ അക്കൗണ്ട്സ് ഫോർ about 77% of the total cargo handled at the Indian airports. Almost 95% of the volume and 70% of the value of India's global mercantile trade is carried out through the sea route. അപ്പോൾ നമുക്ക് പോർട്ടുകൾ വളരെ അത്യാവശ്യമാണ്. കാരണം പക്ഷേ ഇതിന്റെ കണക്ടിവിറ്റി നമുക്കറിയാല്ല. ഈ പോർട്ടിലോട്ട് നേരിട്ട് ചെല്ലാൻ ചെല്ലാൻ പറ്റൂല. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് റോഡ്, എയർ ട്രാൻസ്പോർട്ട്. നമുക്ക് മനസ്സിലായ now partly because other countries, നമുക്ക് India's relatively decent performance in roads and railways by international comparisons partly because of other countries. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ റെയിൽവേയും പോർട്ടുകളും എയർ ട്രാൻസ്പോർട്ടൊക്കെ വികസിപ്പിക്കാനായിട്ട് അവരെന്തായാലും ശ്രമിക്കുന്നത്? എന്താണ്, നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദ കമ്പൽഷൻ വിത്തിൻ ദ കൺട്രി ബട്ട് ഓൾസോ ഫ്രം ഔട്ട്സൈഡ് ദ കൺട്രി. രാജ്യത്തിൽ ഇപ്പൊ ജനങ്ങൾ ഇപ്പൊ പോകാത്ത സ്ഥലങ്ങളില്ല. ജോലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ടൂറിന് വേണ്ടിയിട്ടോ ഇപ്പൊ പോകാത്ത സ്ഥലങ്ങളില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളുടെ കൈവശം ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, മേ ബി ദ കോസ്റ്റ്ലിയസ്റ്റ് ടെലിഫോൺ, മൊബൈൽ ഫോൺ. പക്ഷെ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോ 2-3 ആളുകൾക്ക് മാത്രമേ മൊബൈൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഉപയോഗം 3 പേർക്ക് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് മൊബൈൽ കണക്ഷൻ ഇന്ത്യയിൽ കൂടുന്തോറും അല്ലെങ്കിൽ ലോകത്തിൽ കൂടുന്തോറും നിങ്ങളുടെ മൊബൈലിന്റെ ഉപയോഗം കൂടി വരിക. അപ്പൊ ഇന്ത്യയിൽ ഇപ്പോ പോർട്ടുകളും പോർട്ടുകളും അതുപോലെ തന്നെ റോഡും പ്രധാന കാര്യം ഇറ്റ് മേ ബി ഔട്ട് ഓഫ് കമ്പൽഷൻ ഫ്രം അതർ നേഷൻസ് ഓൾസോ. മറ്റു രാജ്യത്തിലെ കമ്പൽഷൻ കൊണ്ടാകാം എയർ ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ ഗണ്യമായിട്ട് കാര്യമായിട്ട് പിന്നെ ഇവിടെ BRCS, അത് ബ്രിക്സ് അവിടെ വിട്ടുപോയതാണ്. ബ്രിക് കൺട്രീസ് ഇന്ത്യയുടെ ഭാഗമാണ്. ബ്രസീൽ, റഷ്യ, വിട്ടുപോയിട്ടാണ് ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ്. ബ്രസീൽ ബ്രിക് കൺട്രീസ്, മനസ്സിലായോ? ബ്രസീൽ ഇപ്പൊ ബ്രിക് രാജ്യങ്ങൾ തമ്മിൽ ഒരു ഡെവലപ്മെന്റ് ബാങ്കുകൾ തന്നെ അവരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രിക് രാജ്യങ്ങളിലെ ആളുകളെ ഗവൺമെന്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ബ്രിക് കൺട്രീസ് മീൻസ് BRCS, BRICS, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇലക്ട്രിസിറ്റി നമുക്കറിയാം, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സോഴ്സസ് ഓഫ് എനർജി ആണ്, ഇലക്ട്രിസിറ്റി ആണ്. 75 in India, only 75% of the people have access to electricity network. That means India is still far behind in the generation of electricity. China and developed compared to Indian level, the per capita consumption of electricity is about 5 times higher in China, 6 times higher
ഏഷ്യൻ കൺട്രീസ് ഞാൻ പറഞ്ഞ സിംഗപ്പൂർ, കൊറിയ, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ, ഇങ്ങനെ ഇഷ്ടങ്ങൾ പോകും, തൈവാൻ, പിന്നെ ഹോങ്കോങ്, ഇതെല്ലാം 7.5 times higher in BRICS countries. Okay, then banking system നമുക്കറിയാം എന്താണ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബാങ്ക്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഉണ്ട്, പിന്നെ ബാങ്ക്സ് ഉണ്ട്, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ട്. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിന് നമുക്ക് വീണ്ടും തരംതിരിക്കാം. എന്താണ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്, ഫോറിൻ ബാങ്ക്സ് ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്. പ്രൈവറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇതെല്ലാം പ്രൈവറ്റ് ബാങ്ക്സ് ആണ്, നമുക്കറിയാം. നേരെ മറിച്ച് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കുകളാണ്. പിന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്, ബാങ്ക് ഓഫ് ബറോഡ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, പിന്നെ ഇതുപോലെ കുറെ ബാങ്കുകൾ ഇതുപോലെ എന്താണ് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്, പബ്ലിക്, ദെൻ പ്രൈവറ്റ് ബാങ്ക്. ICICI is a private bank, HDFC Bank is a private bank. Then information communication technology, നമുക്ക് യങ്ങർ ജനറേഷൻ എക്സ്പോഷർ ടു ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് മറ്റു രാജ്യത്തിന്റെ, how far the younger generation's exposure to ICT helps them to prepare for the more productive jobs. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ ഇപ്പോഴും പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, മനസ്സിലായോ? ഡ്യൂ ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ ടു Rajiv Gandhi, who was the then Prime Minister. He was the person who took initiative in the fast development of information and communication technology. അതിനുശേഷം ഇഷ്ടംപോലെ പുറകും. പക്ഷെ ഇതിന്റെ ആദ്യമായിട്ട് തുടക്കമിട്ട ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നമ്മളുടെ മരിച്ചുപോയ രാജീവ് ഗാന്ധി. ഓക്കെ, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അറിയാലോ, ഇനി പറയേണ്ട ആവശ്യമില്ല. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഡിഫറെന്റ് ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻസ് എക്സെട്ര. പിന്നെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, പിന്നെ സബ് സെന്റേഴ്സ് ഉണ്ട്, അതുകൂടാതെ ഗ്രാസ് റൂട്ട് ലെവൽസ്. ദെൻ റൈറ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് education has 2010 education has become a fundamental right. That is, is required to provide free and compulsory education up to the age of from age 6 to 14 years. ഇത് തന്നില്ലെങ്കിൽ ഗവൺമെന്റിന് ഭരിക്കാനായിട്ടുള്ള അവകാശമെന്നും നമ്മുടെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അത് കാരണമാണ് 25% എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും 25% പീപ്പിൾ ബിലോങ്ങിങ് ടു ദ പുവർ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുട്ടികൾക്ക് ഇത് കൊടുക്കണം. അത് കാരണം എൻറോൾമെന്റ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അവര് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. ഉച്ചഭക്ഷണം മാത്രമല്ല, നൂൺ മീൽ മാത്രമല്ല, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്, മോർണിംഗിലും കൊടുക്കുന്നുണ്ട്. ആൻഡ് എവറി കെയർ ഈസ് ടേക്കൺ ടു ഇൻസ്റ്റിൽ എഡ്യൂക്കേഷൻ ടു ദി യങ്ങർ ജനറേഷൻസ്. അപ്പോൾ നമുക്കറിയാം 13%. ദെൻ വൊക്കേഷണൽ ട്രെയിനിങ്, ഇതെല്ലാം വന്നിട്ട് MSc ഇതെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ബ്രിക്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായോ? പോപ്പുലേഷൻ പല ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, അതായത് തുടങ്ങുന്ന ഇന്ത്യയിൽ ഗ്രോസ് എൻറോൾമെന്റ് പിള്ളേരെ കൊണ്ട് 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കും, പക്ഷെ ഫോളോ അപ്പ് ഇല്ല. 2 ക്ലാസ് കഴിയുമ്പോൾ 3 ക്ലാസ് കഴിയുമ്പോൾ അവർ വിളിച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി, ഗ്രാമപ്രദേശങ്ങളിലുള്ള അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് വയലിൽ കൊണ്ട് അവിടെ കൊണ്ടുപോയി ജോലി ചെയ്തു. അപ്പൊ ഡ്രോപ്പ് ഔട്ട്സ് വളരെ കൂടുതലാണ് എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ച് ഈ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഡ്രോപ്പ് ഔട്ട് വളരെ കൂടുതലാണ്. നമുക്കറിയാം പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്, BSc MSc ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ് ഉണ്ട്. ദെൻ എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സസ് ഉണ്ട്. ഇതെല്ലാം ദെൻ ഹെൽത്ത് സർവീസസ്. വാട്ട് ഈസ് ഹെൽത്ത് സർവീസസ്? വാട്ട് ആർ ദ ഹെൽത്ത് സർവീസസ്? ഹെൽത്ത് ഡിപ്പെൻഡൻസ് നമുക്കറിയാം. ഹ്യൂജ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ഫോം ഓഫ് പ്രൈമറി, സെക്കൻഡറി health centers that is being established. We have got more hospitals, district hospitals, then general hospitals, private hospitals, etc. The share of private sector in hospitals and hospital beds is 74% and 40% private hospitals. In private hospitals and hospital beds is 74 and 40% respectively. എന്തുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് കെയറിന് കൂടുതലായിട്ട് വർധനമുണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്?
ഒന്ന് ഇന്നിപ്പോൾ ആളുകൾ ഇപ്പം നേരത്തെ പനി വന്നാൽ അവിടെ നിന്നുള്ള പച്ചമരുന്നൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് അല്ലെങ്കിൽ കൊണ്ടുപോയി തിരി കത്തിച്ച് അല്ലെങ്കിൽ ഒരു നേർച്ച നേർന്നു അല്ലെങ്കിൽ ഒരു ചുറ്റുപാടൊക്കെ നടത്തി അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. അല്ലെങ്കിൽ മന്ത്രവാദിനൊക്കെ വിളിച്ച് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഇതൊക്കെയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, കൊച്ചുങ്ങളുടെ മൂക്ക് വേർത്തിട്ടെങ്കിൽ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. Why? Parents have got more income than growing elderly population. So elderly 69 60 years 69 60 years കഴിഞ്ഞാൽ people are become elderly. Old age people ആയി. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ദെൻ ചേഞ്ചിങ് ഡിസീസ് പാറ്റേൺ, ദാറ്റ് ഈസ് എൽഡർലി പോപ്പുലേഷൻ ഡിസീസ് പാറ്റേണിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസമുണ്ട്. മോഡേൺ ഫുഡ് തട്ടുകടയിൽ നിന്നും പൊട്ടുകടയിൽ നിന്നൊക്കെ മേടിച്ച് തിന്നപ്പോൾ സൂക്ഷിക്കണം. ഇതെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ദെൻ റൈസ് ഇൻ മെഡിക്കൽ ടൂറിസം, ഇഷ്ടംപോലെ ആളുകൾ മറ്റു രാജ്യത്ത് നിന്ന്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് പ്ലേസ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ്, വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ആൻഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. ഇഷ്ടംപോലെ ആളുകൾ. ദോസ് ഹു ആർ നിയർ ബൈ ഹിയർ, യു ഗോ ടു റിനൈ മെഡിസിറ്റിയിലോ ആസ്റ്റർ മെഡിസിറ്റിയിലോ പല പല ഹോസ്പിറ്റലിലൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ യു കാൻ സീ എ ലോട്ട് ഓഫ് ഫോറിനേഴ്സ് വിത്ത് ക്രിട്ടിക്കൽ കെയർ, ക്രിട്ടിക്കൽ ഇൽനെസ്. അത് വരുന്നുണ്ട്. ബെറ്റർ അവയർനെസ്, മനസ്സിലായോ? അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നുള്ള അവർ അവയർനെസ് ജനങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ദെൻ പ്രിവെന്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഒരു അസുഖമില്ലാത്ത ചെക്കപ്പിന് പോകുന്നത്, ഹോൾ ബോഡി ചെക്കപ്പ്. അവിടെ ചെന്ന് അവിടെ ഇവിടെയായിട്ടൊക്കെ മുട്ടി നോക്കും, കുറച്ച് ബ്ലഡ് എടുക്കാൻ, അത് ഒരു കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു അസുഖമില്ലാത്തവരെ ഇന്ന സാധനം കൂടുതലാണ്, ഇന്ന സാധനം കൂടുതലാണ്, കുറച്ച് ഷുഗർ കൂടുതലാണ്, അപ്പോൾ ഇത് ചെയ്യുന്നത് പറഞ്ഞ് പേടിപ്പിച്ച് വിടുക. അത് കുറച്ച് ഒരു കുത്ത് ഗുളിക കൊടുത്തു വിടും, ഒരു അസുഖം ഉണ്ടാവില്ല. ആ ഗുളി കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് ഇഫക്ട്സ് കൊണ്ട് പിന്നെ വേറെ അസുഖങ്ങൾ വരും. മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ESR കൂടുതലാണ്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതൽ, പ്രൊഫൈൽ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. നൗ യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. പിന്നെ ഒരു സാധനം തെറ്റിക്കുകയില്ല, മരുന്ന് മാത്രം തിന്നുകൊണ്ടിരിക്കണം. ദാറ്റ്സ് ഓൾ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവർണൻസ് നമുക്കറിയാലോ. ഒരു ഗുഡ് ഗവർണൻസ് ഫോക്കസസ് ഓൺ വെൽ റെഗുലേറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് കോ എക്സിസ്റ്റിംഗ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ മാനേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ഗുഡ് ഗവർണൻസ് മീൻസ്, മനസ്സിലായോ? രണ്ട് രീതിയിലും നമുക്ക് പബ്ലിക്കിന്റെയും പ്രൈവറ്റിന്റെയും സെക്ടറിന്റെയും മാനേജ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് ലേറ്റർ ഓൺ മനസ്സിലായോ? പബ്ലിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോടുകൂടി പിന്നെ നല്ല നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് PPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ PPP എന്ന് പറയല്ല, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മാത്രം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും, സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ് ചെയ്യുക, കാരണം ഫണ്ട് ആവശ്യമുണ്ടാകും. അപ്പോൾ പ്രൈവറ്റിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് പ്രിസൈസ് ഫോർ ദിസ്. ആവശ്യത്തിന് ഫണ്ട് വേണം. ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആവശ്യത്തിനുള്ള ഫണ്ട് വേണം. ആ ഫണ്ട് ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ പ്രിസൈസ്ലി ഫോർ ദിസ് PPPs need to be seriously explored in other areas. Major challenges to infrastructure development in India can be stated. എന്താണ് മേജർ ചലഞ്ചസ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഒന്ന് ലാൻഡ് അക്വിസിഷൻ. ആളുകൾ സ്ഥലം വിട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ട്. മുല്ലമ്പള്ളി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ സ്ഥലം വിട്ടുകൊടുത്തിട്ട് അവർക്ക് ഒരു കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കാരണം പലപ്പോഴും പ്രോജക്റ്റുകളൊക്കെ വളരെ വളരെ ഡിലേ ആവും. അപ്പോൾ ഒന്ന് ലാൻഡ് അക്വിസിഷനിൽ പ്രധാനപ്പെട്ട ഡിലേ ഇൻ ക്ലിയറൻസ്, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽസ് നിന്നോ എൻവയറമെന്റൽ ക്ലിയറൻസ് പൊല്യൂഷൻ നിന്നോ ഇതെല്ലാം ക്ലിയറൻസ് കിട്ടാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. നമ്മുടെ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എല്ലാം എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് റെഗുലേറ്ററി ആൻഡ് എൻവയറമെന്റൽ ക്ലിയറൻസ് വേണം. അതിനാണ് എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽസ്, എൻവയറമെന്റൽ പൊല്യൂഷൻ, അവിടെ നിന്നെല്ലാം ഇത് വേണം. ഇതൊക്കെ കിട്ടാൻ താമസിക്കും, കാരണം ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഡിലേ വരും, പ്രോജക്റ്റുകളൊക്കെ ഇതായിപ്പോ. ദെൻ വാട്ടർ ഇഷ്യൂസ്, വെള്ളം അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. ആൻഡ് നമുക്കറിയാം വൈഡ് സ്പ്രെഡ് അൺസയന്റിഫിക് യൂസ് ഓഫ് വാട്ടർ. മനസ്സിലായോ? ഡൽഹിയിലൊക്കെ കൊച്ചുകുട്ടികളൊക്കെ ഈ കുഴൽക്കിണറിൽ പോകുന്നു, കാരണം വെള്ളമില്ല. ഗ്രൗണ്ട് വാട്ടർ കാര്യമായിട്ട് ചൂഷണം ചെയ്യുന്നതാണ്. തമിഴ്നാട്ടിലൊക്കെ ഗ്രൗണ്ട് വാട്ടറിൽ കൂടിയാണ് കൂടുതലായിട്ട് അവർ ജലസേചനം കുഴിക്കും. അപ്പോൾ ഏർത്തിന്റെ ഭൂമിയുടെ വെള്ളത്തിന്റെ അംശം ഗണ്യമായിട്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇറ്റ് ഹാസ് ഓൾസോ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അവർ എന്താണ് വാട്ടർ ഇഷ്യൂസ്. ദാറ്റ് പോർട്ട് ഹാസ് ടു ബി മോഡേണൈസ്ഡ്. വ്യാപാരം, മറ്റു രാജ്യങ്ങളായിട്ടുള്ള വ്യാപാരങ്ങൾ കാര്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ സാധാരണ എഡ്യൂക്കേഷനിൽ കൂടെ തന്നെ വൊക്കേഷണൽ ഹയർ വൊക്കേഷണൽ കോഴ്സസ് ഗണ്യമായിട്ട് തുടങ്ങുക.
സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് വേണം. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിനോട് കൂടി, കാരണം ടി വി മോശമായിട്ടെങ്കിൽ എഞ്ചിനീയേഴ്സ് അല്ല വരുന്നത്, ടെക്നീഷ്യൻസ് ആണ് വരുന്നത്. താങ്ക് യു വെരി മച്ച്.